അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകൾ തടഞ്ഞതോടെ യാത്രക്കാർ ദുരിതത്തിലായി. കണ്ണൂരിലും കോട്ടയത്തും ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷവുമുണ്ടായി. വൈകുന്നേരം 6 മണിവരെയാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിതിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കേസിൽ ജാമ്യം നിഷേധിച്ചിട്ടും ഒന്നാം പ്രതിയായ ഡോക്ടർ റാമിനെ പിടികൂടാനായിട്ടില്ലെന്നും അന്വേഷണം ലോൺ ആപ്പിലേക്ക് ചുരുക്കി യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ഹർത്താൽ സംസ്ഥാനത്ത് ജനജീവിതം ദുരിതത്തിലാക്കി. തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ സമരാനുകൂലികൾ KSRTC വാഹനം തടഞ്ഞത് നേരിയ തോതിൽ സംഘർഷം ഉണ്ടാക്കി. കോട്ടയത്ത് സമരക്കാർ കേരള ബാങ്ക് ശാഖ, റിലയൻസ് സ്മാർട്ട് എന്നിവ അടപ്പിച്ചു. തിരുവനന്തപുരം തമ്പാനൂരിൽ രാവിലെ 6 മണി മുതൽ ആരംഭിച്ച പ്രതിഷേധം 3.5 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് അവസാനിപ്പിച്ചത്. ജില്ലയിൽ കഴക്കൂട്ടത്തും കാട്ടാക്കടയിലും നെടുമങ്ങാടും ഹർത്താൽ അനുകൂലികൾ KSRTC ബസ് സർവീസ് തടഞ്ഞു. കാസർഗോഡ് മലയോര മേഖലകളിൽ ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പാണത്തൂർ, കള്ളാർ, രാജപുരം മേഖലകളിലാണ് ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. കണ്ണൂർ കാൽടെക്സിൽ സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. കോഴിക്കോട് ഉള്ളിയേരിയിൽ സ്വകാര്യ വാഹനങ്ങളടക്കം തടഞ്ഞതോടെ 2 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പത്തനംതിട്ടയിലും എറണാകുളത്തും ആലപ്പുഴയിലും സമരാനുകൂലികൾ ബാങ്കുകളും കടകളും അടപ്പിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ പോലും ഇതുപോലെ കയ്യേറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാറില്ല. അവർ വന്ന് വളരെ മാന്യമായ ഭാഷയിലാണ് കടകൾ അടപ്പിക്കുന്നത്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ കടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കയ്യിൽ ഇരുന്ന് മൊബൈൽ പിടിച്ചോണ്ട് പോയി അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതെന്ത് ന്യായമാണിത്? ഈ രീതിയിലാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തേണ്ടത്? നടന്നിരിക്കുകയാണ്. എന്നിട്ട് അവർ വിടണമെങ്കിൽ പോകും. 1/2 മണിക്കൂർ ബുദ്ധിമുട്ടായി. രാവിലെ ഇറങ്ങിയ 1/2 മണിക്കൂറായിട്ട് നേതിരിക്കുക. സമരം ബസ് തടയില്ലെന്നല്ലേ പറഞ്ഞത്. ബസ് തടയില്ല, കടയടക്കില്ല, നിർബന്ധിക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്തോ നടക്കുന്നത്. അതേസമയം എറണാകുളം ജില്ലയെ ഹർത്താൽ കാര്യമായി ബാധിച്ചിട്ടില്ല. വടക്കൻ പറവൂരിൽ പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞെങ്കിലും പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പല സ്ഥലങ്ങളിലും സമരാനുകൂലികളും വാഹനയാത്രക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. എന്ത് നേട്ടം ഉണ്ടായി നിങ്ങൾക്ക്? ഒന്നും വന്നിട്ടില്ലല്ലോ ആർക്കും. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ അറിയുന്നേ സമരമാണെന്ന്. എന്തുണ്ടായി? യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന് KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകാത്തതാ കണ്ടോ. ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലായിരുന്നു അവന്മാർ ഇത് ചെയ്തനെ. അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? അതേസമയം സമരത്തെ തകർക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നതായും അതിന്റെ ഭാഗമാണ് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും സണ്ണി M കപ്പിക്കാട് ആരോപിച്ചു. നീതിക്ക് വേണ്ടി നടക്കുന്ന ഈ സമരത്തെ പിന്തുണയ്ക്കാൻ കേരളത്തിന്റെ മനസാക്ഷിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് വ്യാപാരിയായാലും കൊള്ളാം, വ്യവസായി ആയാലും കൊള്ളാം, ബസ് ഉടമയായാലും കൊള്ളാം, സാധാരണക്കാരായാലും കൊള്ളാം. ആ നീതി നമുക്ക് വേണം. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം.
ഈ സമരം വിജയിപ്പിക്കുക എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഞങ്ങളുടെ മാത്രമല്ല, ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പോലീസ് തടയാൻ ശ്രമിച്ചാൽ അങ്ങനെ തടയുന്നവരല്ല. മകന്റെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് നിതിൻ രാജിന്റെ പിതാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നടത്തുന്നത് നിതിന് വേണ്ടിയാണ്, നിതിന്റെ നീതിക്ക് വേണ്ടിയാണ്. അത് മാത്രം ആലോചിച്ചാൽ മാത്രം മതി. അല്ല കടകൾ അടച്ചിടണമെന്നോ ബസ്സുകൾ ഓടണമെന്നോ അല്ല, അവന്റെ നീതിക്ക് വേണ്ടി എല്ലാവരും നിൽക്കണം. ഹർത്താലിനോട് സഹകരിക്കില്ലെന്നും കടകൾ തുറക്കുമെന്നും വ്യാപാരികളും വാഹന സർവീസ് നടത്തുമെന്ന് KSRTCയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതും പ്രതീക്ഷിച്ച് നിരത്തിലിറങ്ങിയവരാണ് കുടുങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.